ചെക്കൻ നല്ല ഐശ്വര്യമുള്ളവൻ. പോണത്? കോലത്തെ കുടിയാൻ കൊച്ചുരാമൻ. എന്തേ? ഒന്നുമില്ല. തമ്പ്രാട്ടി ഇതിനു മുമ്പ് കണ്ടിട്ടില്ലേ കൊച്ചുരാമനെ? ഇത്രയ്ക്ക് അടുത്തങ്ങോട്ട് കണ്ടിട്ടില്ല. ഒത്ത ശരീരം അല്ലേ? ചെത്തുകാരനല്ലേ? അധ്വാനം. വാസ്തവം വാസ്തവം. കൊച്ചുവാവേ, മോനെ കൊച്ചുവാവേ. എന്താച്ചാ? എന്താ മോനെ? മോന് ഉത്സവത്തിന് പോകാനുള്ള ഉടുപ്പും നിക്കറും. അപ്പൊ എനിക്ക് ഉത്സവത്തിന് പോകാണ്ടേ? നനക്കുള്ളത് ഉണ്ടടി അതിനകത്ത്. നോക്കാൻ മേലെ. ഇത് എനിക്ക്, ഇതമ്മക്ക്. മോനെ ഇതൊന്ന് ഇടിച്ചേടി, ഞാനൊന്ന് കാണട്ടെ. അപ്പൊ ഞാനിട്ട് കാണാണ്ടേ? അത് ഞാൻ പിന്നെ കണ്ടോളാം. നീ ഇപ്പൊ മോന്റെ ഉടുപ്പൊന്ന് ഇടിച്ചു കൊടു. ഇപ്പൊ എങ്ങനെ ഇരിക്കണ്ടി? എങ്ങനെ ഇരിക്കാനാണ്? കൊച്ചുവാവനെ പോലെ ഇരിക്കണ്. ഇവനെ കണ്ട ഇപ്പൊ എന്റെ മകനാണെന്ന് പറയുവാടി. പിന്നെ ഒരു വക കുന്നായ്മ വർത്താനം കൊണ്ട് എന്റെ അടുത്ത് വരരുതും. ഇവൻ കൊച്ചുവാവയല്ലടി, ഇവനൊരു വലിയ വാവയാകും. നീ നോക്കിക്കോ. അല്ലടാ മോനെ? കൊച്ചുരാമനല്ലേ അത്? ആരെങ്കിലും ആയിക്കോട്ടെ, തമ്പുരാട്ടി നടന്നു വെക്കോളൂ. അവിടെ നിൽക്ക് തമ്പുരാട്ടി. അങ്ങോട്ട് നീങ്ങി നിൽക്ക് കൊച്ചുരാമ. തമ്പുരാട്ടിക്ക് പോണ്ടേ? തമ്പുരാട്ടിക്ക് പോകാനല്ലേ വഴി കിടക്കണത്. പൊക്കോ തമ്പുരാട്ടി. അപ്പോ തീണ്ടലും തൊടലും ഒന്നും ഇല്ലാണ്ടായി അല്ലേ? സാരമില്ല നാണിയെ, നമുക്ക് പോവാൻ വഴിയുണ്ടല്ലോ. അത് പോരെ. മാറണ്ട കേട്ടോ.
അവിടെ തന്നെ നിന്നോളൂ. വന്നോളൂ. ശരി, കോലത്തേന്ന് പറഞ്ഞേക്കാം. നാണി വെറുതെ പറയണതാ, കോലത്ത് പറയില്ല കേട്ടോ. നടന്നു വന്നോളൂ നാണിയെ. ശിവ ശിവ, നാണിക്ക് ഇതൊന്നും മനസ്സിലാകണില്ലേ? എന്താ നാണിയെ? ഒന്നുമില്ല. നിർത്തൂ. അവളുടെ ഒരു കുട്ടിക്കളി കണ്ടില്ലേ? എന്താ മനോരമ നീ കാട്ടണത്? ലജ്ജയില്ലേ നിനക്ക്? നോക്കൂ, അവളുടെ ഒരു കളിക്കൂട്ടുകാര്. പൊക്കളത്ത് ആരും പോണ്ടോ, ഞാനിപ്പോ വരാം. പൊക്കളൂ. ഒന്നും ചെയ്യാൻ സമ്മതിക്കില്ല അയച്ചാൽ കുറെ കഷ്ടമാണേ. ആളുകളോട് മിണ്ടിക്കൂടാ, തേണ്ടിക്കൂടാ, കുട്ടികളോടൊന്നിച്ച് കളിച്ചുകൂടാ. ഇനി എന്താണാവോ ഞാൻ ചെയ്യേണ്ടത്? തമ്പ്രാട്ടി ഒന്നും ചെയ്യണ്ട, അടങ്ങി ഒതുങ്ങി എവിടെയെങ്കിലും ഇരുന്നാ മതി. ഇരിക്കാൻ കഴിയണില്ല നാണിയെ. എന്ത് ചെയ്യണോന്നൊട്ടും നിശ്ചയമില്ല. അതെന്താ നാണി അങ്ങനെ? അതേ, തമ്പ്രാട്ടിയുടെ ഇപ്പോഴത്തെ പ്രായത്തിന്റേതാ. ആവും അല്ലേ? ഇരിക്കുമ്പോ തോന്നും നടക്കണമെന്ന്, നടക്കുമ്പോ തോന്നും ഓടണമെന്ന്, ഓടുമ്പോഴേക്കും വേണ്ട വേണ്ട, അങ്ങനെ ഓരോന്നും തോന്നും. അതൊന്നും പുറത്തു പറയാൻ കൊള്ളില്ല. ഓ, പറയാൻ കൊള്ളില്ലേ? മനോരമേ, ഇനി ഇങ്ങനെ വിട്ടാ പറ്റില്ല ശങ്കരപ്പിള്ളേ. അവളുടെ കുട്ടികളി നന്നല്ല. ഉത്തരവ് കൊച്ചേമ്പ്രാട്ടിയുടെ വേളിക്കാരെ ആലോചിച്ചാലോ ഒന്നൊരു. അതിന് ഈ കോലോത്തിന്റെ അന്തസ്സിന് ചേർന്ന് വരണ്ടേ? അല്ലാണ്ടെങ്ങനെയാ? അപ്പൊ പിന്നെ ആരെങ്കിലും വരണത് വരെ സംസ്കൃതം പഠിച്ചോട്ടെ, വെറുതെ നിൽക്കാണ്ട് കഴിയുമല്ലോ. സംസ്കൃതം കുറെ പഠിച്ചല്ലേ, ഇനി അവൾക്ക് പറ്റില്ല എന്നാ പറയണേ. ഇനിയിപ്പോ എന്താ ചെയ്യാ? എങ്കിൽ പിന്നെ സംഗീതമാവാം. സംഗീതാവാം. എന്താ ഉത്തരവ്? അതിനിപ്പോ ആരാ ഒരാള് വിദ്വാനായിരിക്കണം? ഉണ്ടല്ലോ, മഹാവിദ്വാൻ കല്യാണകൃഷ്ണ ഭാഗവതർ, ശുദ്ധ ബ്രാഹ്മണൻ. ശരി, ഏർപ്പാട് ചെയ്തോളൂ. മനോരമ എവിടെ? വന്നോളൂ. ഇതാരാണെന്ന് മനസ്സിലായോ? ഇതാണ് സാക്ഷാൽ കല്യാണകൃഷ്ണ ഭാഗവതർ. നിന്നെ സംഗീതം പഠിപ്പിക്കാൻ വന്നതാ. കാലും മുഖം കഴുകിയോ? ഇല്ല. എങ്കിൽ വേഗം പോയി കാലും മുഖം കഴുകി വന്ന് ഈ ദക്ഷിണ ഇങ്ങോട്ട് കൊടുത്ത് ഭാഗവതരെ തൊട്ട് വന്നിച്ചിട്ട് അങ്ങോട്ട് തുടങ്ങിക്കൊള്ളുക. സമയം പാഴാക്കണ്ട, വേഗം പോയി വന്നോളൂ. വേഗം ചെന്നോളൂ തമ്പ്രാട്ടിയെ. സംഗീതം പഠിക്കണ്ടേ? എനിക്ക് പഠിക്കണ്ട. പാട്ട് പാടുന്നത് ഇഷ്ടല്ലേ തമ്പ്രാട്ടിക്ക്? പാടണത് ഇഷ്ടമൊക്കെയാ. പക്ഷേങ്കില് ആ കൊരങ്ങിന്റെ മുമ്പിൽ ഇരുന്നിട്ട് എങ്ങനെയാ പഠിക്കുക? കൊരങ്ങോ? അങ്ങനെ പറയല്ലേ, ദോഷം. കാണാൻ ഒരു ഭംഗിയില്ല. എങ്ങനെയാ മുഖത്ത് നോക്കിട്ടിരിക്കണത്? എവിടെ കഴിഞ്ഞില്ലേ? ദേ, തമ്പുരാൻ വിളിക്കണു. അയ്യോ, കാലും മുഖം കഴുകിയിട്ടില്ല. എന്തിനാ കഴുകണത്?
അല്ല നിങ്ങ ഇത് ആരെ ഓർത്തോണ്ടിരിക്കയാണ്? എന്നതെന്നത്? നിങ്ങൾക്കിത് എന്നാ പിണഞ്ഞ്? അല്ലടി, ഞാൻ ആ തമ്പിരാട്ടിയുടെ കാര്യം ഓർത്തോണ്ടിരിക്കുന്നു. എന്റെ ദൈവമേ, നിങ്ങക്ക് ഏതാണ്ട് ആപത്ത് വരാൻ പോണെന്നാ എനിക്ക് തോന്നണത്. തമ്പുരാട്ടിനെ നിങ്ങ എന്തിനാ ഓർത്തോണ്ടിരിക്കണത്? തീണ്ടലുമില്ല, തൊടിയിലുമില്ല. ഇങ്ങനെയുണ്ടാ ഒരു തമ്പുരാട്ടി? നിങ്ങളുടെ കാര്യം നോക്കൂ മനുഷ്യനെ, അത് അതിന്റെ കാര്യം നോക്കട്ടാ. അല്ലേലും നല്ല കാര്യമൊന്നും നിന്നോട് പറയാൻ കൊള്ളുകയില്ല. നീ അങ്ങനത്തെ ഒരു കുശുംബിയാ. കൊച്ചുവാവേ, മോനെ കൊച്ചുവാവേ. എന്താ അച്ഛാ? അച്ഛൻ അന്തി എത്തിയേച്ചും ഇപ്പം വരാം. അച്ഛന് കപ്പ വേണ്ടേ? അച്ഛൻ വന്നിട്ട് ചോറിന്റെ കൂട്ടത്തിൽ കഴിച്ചോളാം. ഇവന് ചോറ് കൊടുത്തരുത് ദേവകി. മോന് ചോറ് തരട്ടെ? എനിക്ക് അച്ഛൻ വന്നിട്ട് മതി. ബാ.